ഞാൻ വീണ്ടും റിയാദിലെ അറീനയിൽ വന്നിരിക്കുകയാണ്. ഇന്നിവിടെ നമ്മുടെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് വളരെ മാറ്റങ്ങൾ വരുത്താൻ പോകുന്നതാണ് ഡ്രോണുകൾ. അപ്പോൾ ഡ്രോണുകളുടെ ഒരു എക്സ്പോ നടക്കുകയാണ്, നമുക്ക് പോയിട്ട് കാണാം. ഈ ഒരു പരിപാടിയിൽ ഫസ്റ്റ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന DJIൻ്റെ ഫ്ലൈകാറ്റ് 30 എന്ന് പറഞ്ഞിട്ടുള്ള ഡ്രോണാണ്. ഇതൊരു ഡ്രോൺ മാത്രമല്ല, ഇതൊരു കൊറിയർ ഡ്രോൺ കൂടിയാണ്. 30 കിലോ വരെ ഭാരം ഈ ഒരു താഴെ കാണുന്ന ബോക്സിൽ വെച്ച് 16 കിലോമീറ്റർ വരെ ദൂരത്തിലേക്ക് ഇത് സഞ്ചരിക്കാൻ ഈ ഒരു ഡ്രോണിന് സാധിക്കും. അപ്പോൾ ഇനി നമ്മുടെ രാജ്യത്തും അത് പല രാജ്യങ്ങളിലും ഇത് ഭാവിയിൽ വരാൻ പോകുന്ന ഒരു ടെക്നോളജിയാണ്. അതായത് ഇപ്പോൾ ഫുഡ് ഡെലിവറി, അങ്ങനത്തെ കൊറിയർ ഡെലിവറി ഒന്നും ഇപ്പോൾ റോഡിലിറങ്ങി വണ്ടികളൊന്നും അതിനൊന്നും പ്രത്യേകിച്ച് ഒരാളെ അസൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. DJIൻ്റെ മറ്റ് കുറച്ച് ഡ്രോണുകൾ ഇവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ പല ഉപയോഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇതൊക്കെ ഫയർ ഫൈറ്റിങ്ങിന് പോലെ പരിപാടികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഡ്രോണുകളാണ്. ഇതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇൻഫ്രാറെഡ്, അതായത് ഇപ്പോൾ ഇരുട്ടത്ത് ഇൻഫ്രാറെഡ് ത്രൂ നമുക്ക് ആ ഒരു ഇമേജ് എടുക്കാനും ആ ഒരു വിഷ്വൽസ് എടുക്കാനൊക്കെ കഴിവുള്ളൊരു ഡ്രോണാണ് ഇതിൽ പലതും. അതുപോലെ തന്നെ ഈ ഒരു ഡ്രോണും അതുപോലെ തന്നെ പേലോഡ് കുറച്ചൊക്കെ ക്യാരി ചെയ്യാൻ പറ്റിയ മോഡലാണ്. ഈ ഒരു ഡ്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും ഒരു ബോക്സിൻ്റെ അകത്ത് അടച്ച് വെക്കുന്ന ഒരു സംഭവമാണ്. ഇതെന്ന് വെച്ചാൽ റിമോട്ട് പ്ലേസസിൽ ഇപ്പോൾ ഫുൾ ടൈം ഉപയോഗത്തിൻ്റെ ആവശ്യമില്ല. എന്തെങ്കിലും ഇപ്പോൾ ഒരു സർവൈലൻസിൽ പെട്ടെന്ന് ആവശ്യമുണ്ടെങ്കിൽ ഈ ബോക്സ് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇപ്പോൾ എവിടെയെങ്കിലും ഇപ്പോൾ ഒരു മരുഭൂമിൻ്റെ അകത്തോ അല്ലെങ്കിൽ കാട്ടിൻ്റെ അകത്തൊക്കെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആവശ്യാനുസരണം മാത്രം നമുക്കിത് ആക്ടിവേറ്റ് ചെയ്ത് ഇത് ലോഞ്ച് ചെയ്ത് ഇത് ഫ്ലൈ ചെയ്ത് നമുക്ക് ആ ഒരു വിഷ്വൽസ് എടുത്തിട്ട് നമുക്ക് ഇവരുടെ ക്ലൗഡ് മുഖേന ആ ഒരു വിഷ്വൽസ് എടുക്കാനും കഴിയും. അപ്പോൾ അതായത് ഇപ്പോൾ ഒരു കാട്ടിൻ്റെ അകത്തൊക്കെ എന്തെങ്കിലും പെട്ടെന്ന് സർവൈലൻസ് ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് അവിടം വരെ പോയി ആ ഒരു വിഷ്വൽസ് എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ഒരു സാധനം ഓൾറെഡി ഇപ്പോൾ ഫോറസ്റ്റിൻ്റെ അകത്ത് അല്ലെങ്കിൽ മരുഭൂമിൻ്റെ അകത്തൊക്കെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആവശ്യാനുസരിച്ച് മാത്രം ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് റോബോട്ട് പോലെ ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് ഇത് പൊന്തിയിട്ട് പോയിട്ട് ആ വിഷ്വൽസ് എടുത്തിട്ട് തിരിച്ചിവിടെ തന്നെ വന്ന് ലാൻഡ് ചെയ്ത് ഒരു എയർപോർട്ട് പോലെ, അതായത് ഒരു നമ്മുടെ എയർപോർട്ട് നമ്മളൊരു സ്ഥലത്ത് കൊണ്ട് സെറ്റ് ചെയ്തിരുന്ന പോലെ തന്നെ ഇത് ഒറ്റയ്ക്ക് അവിടെ കൊണ്ട് വെച്ചാൽ മതി. ഇത് DJIൻ്റെ കംപ്ലീറ്റ് അണ്ടർ വാട്ടർ സബ്മേഴ്സ്ഡ് ആയിട്ടുള്ള മോഡൽസാണ് ഡ്രോണുകൾ. ഇതിപ്പോൾ നമ്മൾ ഈ അടുത്ത് നമ്മൾ ടൈറ്റാനിക് കാണാൻ പോയ കുറച്ച് യാത്രക്കാർ അപകടത്തിൽപ്പെട്ടതൊക്കെ ഒരു വീഡിയോ വാർത്ത നമ്മൾ കണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഇതുപോലത്തെ ഡ്രോണുകൾ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ആ ഡ്രോൺ അവർക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയും. അതിൻ്റെ അതിൻ്റെ ഒരു ഇതും ലൈറ്റും കാര്യങ്ങളൊക്കെ എല്ലാവിധ അതുണ്ട്. അപ്പോൾ നമുക്ക് കടലിൻ്റെ അടിയിലേക്ക് അങ്ങനത്തെ വെള്ളത്തിൻ്റെ അടിയിലൊക്കെ പോയിട്ട് ഒരു സർവൈലൻസ് നടത്താൻ പറ്റിയൊരു ഡ്രോണാണിത്. നമ്മളിതുവരെ കണ്ടിട്ടുള്ളത് എയറോപ്ലെയിനും ഹെലികോപ്റ്ററൊക്കെ അല്ലേ, എന്നാൽ ഇതാണ് ഭാവിയിൽ ഇനി വരാൻ പോകുന്ന വ്യോമയാനത്തിലെ ഏറ്റവും വലിയ മാറ്റം. ഇതാണ് UAV, അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ. അതായത് ഇതിന് ഓടിക്കാൻ പൈലറ്റോ ലാൻഡ് ചെയ്യാൻ എയർപോർട്ടിൻ്റെ ആവശ്യമില്ല. വെർട്ടിക്കലി ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിങ്, അത് പൈലറ്റ് ഇല്ലാണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു വെഹിക്കിളാണിത്. ഇവിടെ ഷോക്കേസ് ചെയ്തിട്ടുള്ള ഈ കമ്പനിയുടെ UAVക്ക് 100 കിലോ ആണ് പേലോഡ് കപ്പാസിറ്റി. അതും 3 മണിക്കൂറോളം യാത്ര ചെയ്യാൻ 120 km/h ടോപ്പ് സ്പീഡിൽ. അഡ്രക് എന്ന് പറഞ്ഞ കമ്പനിയുടെ UAV ആണിത്. ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കുന്നത് സർവൈലൻസിനും മാപ്പിങ്ങിനുമാണ്. അതുകൊണ്ട് തന്നെ 200 കിലോമീറ്റർ റേഞ്ച് വരെ യാത്ര ചെയ്യാൻ ഇതിന് കഴിയും. അതും 150 km/h ടോപ്പ് സ്പീഡിൽ. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഹൈബ്രിഡ് ആയിട്ടുള്ള ഒരു UAV ആണ്. ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിങ് വെർട്ടിക്കലി നടക്കുന്നത് ബാറ്ററി ഓപ്പറേറ്റഡ് സിസ്റ്റം വെച്ചിട്ടാണ്. പിന്നെ മുന്നോട്ട് നീങ്ങുന്നത് ഒരു 2 സ്ട്രോക്ക് എഞ്ചിനിലുമാണ്. 8 കിലോൻ്റെ ഒരു പേലോഡ് ക്യാരി ചെയ്യാനും ഇതിന് കഴിയും. ഇത് സർവൈലൻസിനും മാപ്പിങ്ങിനും ഉപയോഗിക്കുന്ന മറ്റൊരു UAV ആണ്. ഇത് കംപ്ലീറ്റ്ലി ബാറ്ററി ഓപ്പറേറ്റർ ആണ്. 2.5 മണിക്കൂർ വരെയാണ് ഇതിന് യാത്ര ചെയ്യാൻ കഴിയുക. കാർബൺ ഫൈബറിൻ്റെയും അലുമിനിയം ബോഡിയാണ് അത് മൊത്തത്തിൽ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ഇതിന് പേലോഡ് ഇല്ല. 60 കിലോമീറ്റർ വരെ ഇതിന് യാത്ര ചെയ്യാൻ കഴിയും. ഇത് ടാറ്റോ എന്ന് പറഞ്ഞാൽ ചൈനയിൽ നിന്നുള്ളൊരു മറ്റൊരു കമ്പനിയാണ്. ഇവരുടെ പ്രത്യേകം വെച്ചാൽ ഡ്രോണുകളുടെ ബാറ്ററി, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡ്രോണുകളുടെയും UAVകളുടെയും ബാറ്ററി മാത്രം സപ്ലൈ ചെയ്യുന്നൊരു കമ്പനിയാണിത്.